ഹായ്, നമ്മളൊരു എഞ്ചിനീയറിംഗ് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ അതിന്റെ അഫിലിയേഷൻ അല്ലെങ്കിൽ അക്രഡിറ്റേഷനെ കുറിച്ചാണ് അറിയേണ്ടത്. AICTE അംഗീകാരമുള്ള കോളേജ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ NAAC, NBA റാങ്കിങ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് ടോപ്പ് റാങ്കിങ് കോളേജസ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ്. ഡിപ്പാർട്ട്മെന്റിലെ ഫെസിലിറ്റീസ്, ഫാക്കൽറ്റീസ്, അതേപോലെ ലാബ് ഫെസിലിറ്റീസ്, ലൈബ്രറി ഫെസിലിറ്റീസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കോളേജ് എത്രത്തോളം നമുക്ക് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ ഓക്കെ ആണെന്ന് നോക്കാം. ഇപ്പൊ ഓരോ കോളേജസിലും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഫെസിലിറ്റീസ് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജിലെ ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഫെസിലിറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് പ്ലേസ്മെന്റ് റെക്കോർഡ്സ് ആണ്. അതായത് പ്രീവിയസ് ഇയറിൽ എത്രമാത്രം സ്റ്റുഡൻസ് ആണ് അവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി പ്ലേസ്ഡ് ആയിരിക്കുന്നതെന്നുള്ള റെക്കോർഡ്സ് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പം ഈ അക്കാഡമിക് പാർട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മളൊരു 4 വർഷത്തെ നമ്മളുടെ ഒരു ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഈ ക്ലബ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ബാക്കിയുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഒപ്പം ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ കുറിച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇപ്പൊ നമുക്ക് ഓരോ കോളേജിനും അവരുടെ വെബ്സൈറ്റ് ഉണ്ടാവും, വെബ്സൈറ്റ് ത്രൂ അറിയാം. പിന്നെ സീനിയേഴ്സിനോട് ചോദിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. അവിടുന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസിനോട് ചോദിച്ച് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഏതൊരു കോളേജും സെലക്ട് ചെയ്യാനായിട്ട്.